ലക്കിടി ജവഹർ ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് അലിയെ മർദ്ദിച്ച കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ തള്ളി. വടക്കഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയാണ് കൃഷ്ണദാസ് ഉൾപ്പെടെ 3 പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത്. കേസിലെ 6ാം പ്രതി സുകുമാരന് കോടതി ജാമ്യം അനുവദിച്ചു. റിമാൻഡിൽ കഴിയുന്ന കൃഷ്ണദാസിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകി. അതേസമയം കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച സമരം ചെയ്യുന്ന മാനേജ്മെന്റുകളുടെ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. പാലക്കാട് ലക്കിടി ജവഹർ ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് അലിയെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു. കൃഷ്ണദാസിന് പുറമെ ലക്കിടി കോളേജ് PRO വത്സലകുമാർ, കായികാധ്യാപകൻ ഗോവിന്ദൻകുട്ടി എന്നിവരുടെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. അതേസമയം 6ാം പ്രതിയും കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജരുമായ സുകുമാരന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. പരാതി കെട്ടിച്ചമച്ചതാണെന്നും കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികളുടെ അറസ്റ്റ് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും തൃപ്തിപ്പെടുത്താനുള്ളതാണെന്നും ഇന്നലെ പ്രതിഭാഗം വാദിച്ചിരുന്നു. കസ്റ്റഡി നോട്ടീസിൽ ഇല്ലാത്ത ജാമ്യമില്ലാ വകുപ്പുകൾ പിന്നീട് എത്തിയത് സംശയകരമാണെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. കോളേജിനെതിരെ പരാതി നൽകിയ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ പ്രവർത്തിച്ചതെന്ന് സർക്കാർ അഭിഭാഷകൻ ബോധിപ്പിച്ചിരുന്നു. അറസ്റ്റിന്റെ 2ാം ദിവസം ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും കൂടുതൽ തെളിവ് ശേഖരിക്കാൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സ്വാശ്രയ കോളേജുകൾ അടച്ചിട്ട മാനേജ്മെന്റ് അസോസിയേഷനെതിരെ സംസ്ഥാന വ്യാപകമായി SFI മാർച്ച് നടത്തി. നെഹ്റു ഗ്രൂപ്പിന്റെ പാമ്പാടി ലക്കിടി ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ പ്രതീകാത്മകമായി ക്ലാസ് നടത്തി. റിമാൻഡിൽ കഴിയുന്ന കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട പോലീസ് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെഹ്റു ഗ്രൂപ്പിന്റെ കീഴിലുള്ള കോളേജുകളിൽ വിദ്യാർത്ഥി പീഡനം നടക്കുന്നതായി സർക്കാർ ഹൈക്കോടതിയിൽ. അനാവശ്യ പണപ്പിരിവ് നടത്തുന്നുവെന്നും ചോദ്യം ചെയ്യുന്നവരെ പീഡിപ്പിക്കുന്നുവെന്നും സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് സർക്കാർ കോടതി അറിയിച്ചു. പി കൃഷ്ണദാസിന്റെ ജാമ്യ ഹർജിയിൽ നാളെ ഹൈക്കോടതി വിധി പറയും. മതിയായ തെളിവുകൾ ലഭിച്ചതിനാലാണ് കൃഷ്ണദാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് എന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. പി കൃഷ്ണദാസിന്റെ ജാമ്യഹർജിയും PRO സഞ്ജിത് വിശ്വനാഥന്റെ മുൻകൂർ ജാമ്യഹർജിയുമാണ് ഹൈക്കോടതി പരിഗണിച്ചത്. 2 ഹർജികളിലും വിശദമായ വാദം നടന്നു. പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ സ്റ്റേറ്റ് അറ്റോർണി സോഹൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. പി കൃഷ്ണദാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് മതിയായ തെളിവുകൾ ലഭിച്ചതിനാലാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. പ്രതികളുടെ ഫോൺ രേഖകളും പരാതിക്കാരനായ വിദ്യാർത്ഥിയെ സംഭവസ്ഥലത്തേക്ക് എത്തിച്ച ഓട്ടോറിക്ഷക്കാരന്റെ മൊഴിയും ഉൾപ്പെടെ ഒട്ടേറെ തെളിവുകൾ കൃഷ്ണദാസിനെതിരെയുണ്ട്. കേസന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. FIRൽ ഇല്ലാത്ത ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തതെന്ന് എതിർഭാഗം കോടതിയിൽ വാദിച്ചു. പരാതിക്കാരന്റെ മൊഴി പൂർണ്ണമായി FIRൽ ചേർക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ പരാതിക്കാരൻ ആദ്യം നൽകിയ മൊഴി പ്രകാരമാണ് കേസെടുത്തത്. ഇക്കാര്യത്തിൽ നിയമപരമായ ഒരു വീഴ്ചയും പോലീസിന് സംഭവിച്ചിട്ടില്ല. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഹാജരായിരുന്നു. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള കോളേജുകളിൽ വിദ്യാർത്ഥി പീഡനം നടക്കുന്നതായി സർവകലാശാലയുടെ അന്വേഷണ റിപ്പോർട്ടുള്ളതായി പോലീസ് കോടതിയെ അറിയിച്ചു. അനാവശ്യമായി പണപ്പിരിവ് നടത്തുന്നതായും ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ പീഡിപ്പിക്കുന്നതായും ഉള്ള ഗുരുതര കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൃഷ്ണദാസിനെതിരെ മൃദുവകുപ്പുകൾ ചുമത്തിയ പഴയന്നൂർ ASIക്കെതിരെ വിശദീകരണം തേടി ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയ പഴയന്നൂർ ASIയോടാണ് റൂറൽ SP വിശദീകരണം തേടിയത്. ജിഷ്ണുവിന്റെ അമ്മയ്ക്കെതിരെ ബാർ കൗൺസിൽ. ജഡ്ജിക്കെതിരെ പരാതി നൽകിയ ജിഷ്ണുവിന്റെ അമ്മ മഹിജയോട് വിശദീകരണം തേടുമെന്ന് ബാർ കൗൺസിൽ. മനുശങ്കർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകും. മനു, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, ഈ ജിഷ്ണുവിന്റെ മാതാവ് ജഡ്ജിക്കെതിരെ നൽകിയ പരാതി വലിയ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഇത് കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയുള്ള ഹർജി എന്നാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലായിരുന്നു നേരത്തെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. ഈ ചടങ്ങിലേക്കാണ് ജഡ്ജി അടക്കമുള്ളവർ എത്തുകയും പിന്നീട് അവിടെ വെച്ച് മറ്റു സഹപ്രവർത്തകർ ഫോട്ടോയും മറ്റും എടുക്കുകയായിരുന്നു. ഇതേ ഫോട്ടോ ഉപയോഗിച്ചാണ് സോഷ്യൽ മീഡിയയിലൂടെയും ഇതിന് പിന്നാലെ പ്രമുഖ മാധ്യമങ്ങളിലൂടെയും മറ്റും ജഡ്ജിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടന്നത് എന്നാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജിഷ്ണുവിന്റെ മാതാവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗം
TS അജിത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ ആദ്യ നടപടി എന്നോണം ജിഷ്ണുവിന്റെ മാതാവിനെ നോട്ടീസ് അയക്കും. തുടർന്ന് മറുപടി ലഭിച്ച ശേഷം ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കും എന്നാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അടുത്തൊരു യോഗം കൂടി വിളിക്കുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും നടപടികൾ എന്തൊക്കെ സ്വീകരിക്കണമെന്നത് ചർച്ച ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതേ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കും എന്നുകൂടി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അരുൺ. മണിശങ്കർ, ദില്ലിയിൽ നിന്ന്. നെഹ്റു കോളേജ് ചെയർമാൻ കൃഷ്ണദാസിനെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സ്വാശ്രയ മാനേജ്മെന്റുകൾ ഇന്ന് കോളേജുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. എന്നാൽ ഒരു വിഭാഗം സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകൾ അടച്ചിട്ട നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ കൊച്ചിയിൽ മാർച്ച് നടത്തി. കൃഷ്ണദാസിന്റെ കോലം കത്തിച്ചു. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്താകമാനം സംഘടിപ്പിച്ചത്. മാനേജ്മെന്റുകൾ കോളേജുകൾ അടച്ചതിൽ പ്രതിഷേധിച്ച് ക്ലാസുകൾ എടുത്താണ് വിദ്യാർത്ഥികൾ സമരം നടത്തിയത്. ഒരു വിഭാഗം സ്വാശ്രയ മാനേജ്മെന്റുകൾ നടത്തുന്ന സമരം തെറ്റാണെന്ന് ഫസൽ ഗഫൂർ. MESന്റെ എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും സമരപ്രഖ്യാപനം ചിലരുടെ ഏകപക്ഷീയമായ തീരുമാനമാണ് എന്നും ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. MESന്റെ സ്ഥാപനങ്ങൾ MES അടച്ചിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല, ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്കാണല്ലോ ഏറ്റവും അധികം സ്വയാശ്രയ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ളത് MESനാണ്. MESന് 28 കോളേജുകളുണ്ട്. ആ 28 കോളേജുകൾ ഞങ്ങൾ അടച്ചിട്ടില്ലല്ലോ. ശരി, അത് തുറന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു എൻ്റയർലി ഒരു ഡിഫറെന്റ് സിനാറിയോയാണ് വന്നിരിക്കുന്നത്. കാരണം ആരോടും ചർച്ച ചെയ്യാതെ, ആരെ അറിയിക്കാതെ, ഇവരെ ആരോ ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ആരൊക്കെ അടച്ചു ആരൊക്കെ തുറന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളിലെ 180 MBBS സീറ്റുകളിലേക്കുള്ള പ്രവേശനം സുപ്രീം കോടതി റദ്ദാക്കി. കണ്ണൂരിലെ 150ഉം കരുണയിലെ 30 സീറ്റുകളുമാണ് റദ്ദാക്കിയത്. ഇരു കോളേജുകളും സമർപ്പിച്ച രേഖകൾ കൃത്രിമമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇക്കാര്യത്തിൽ കോളേജുകൾക്കെതിരെ കേസെടുക്കേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കി. ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഈ അധ്യയന വർഷം 180 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കും. പ്രവേശന നടപടികൾ അട്ടിമറിച്ചാണ് ഇരു കോളേജുകളിലും പ്രവേശനം നടത്തിയത് എന്ന് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി നേരത്തെ കണ്ടെത്തിയിരുന്നു. KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ തിരക്കിട്ട ചർച്ചകൾ. ഹൈക്കമാൻഡ് നിർദ്ദേശമനുസരിച്ച് മുകുൾ വാസ്നിക് ഉമ്മൻചാണ്ടിയുമായി ഫോണിൽ സംസാരിച്ചു. അതേസമയം പ്രസിഡന്റ് ആകാനില്ല എന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചതായി രമേശ് ചെന്നിത്തല പറഞ്ഞു. രാഹുൽ ഗാന്ധി വിദേശത്തു നിന്ന് നാളെ മടങ്ങിയെത്തിയാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. ഹൈക്കമാൻഡിനു വേണ്ടി മുകുൾ വാസ്നിക് ഉമ്മൻചാണ്ടി ഫോണിൽ ബന്ധപ്പെട്ടു. സമ്മർദ്ദമുണ്ടായാൽ ഉമ്മൻചാണ്ടി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തേക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ നിലപാട് ഞാൻ അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞതിനെ ഹൈക്കമാൻഡും അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് മാറി നിൽക്കുമെന്നുള്ളതല്ല. ഞാൻ ശക്തമായി പ്രവർത്തന രംഗത്തുണ്ടാകും. ഒരു സ്ഥാനം വഹിച്ചുകൊണ്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്നാണ് ഉമ്മൻചാണ്ടി അറിയിച്ചതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അല്ല, അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് 2 തവണ സംസാരിച്ചു. ആ സന്ദർഭങ്ങളിലൊന്നും ഉമ്മൻചാണ്ടിക്ക് KPCC പ്രസിഡന്റ് ആവാൻ താല്പര്യമില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഉമ്മൻചാണ്ടിക്ക് പുറമെ PT തോമസ്, VD സതീശൻ, KV തോമസ് തുടങ്ങിയ പേരുകളും ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുണ്ടെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CR മഹേഷ് പാർട്ടി വിട്ടു. സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നുവെന്ന് CR മഹേഷ് പറഞ്ഞു. ഇതിനു മുമ്പും ശക്തമായ നിലപാടുകൾ എടുക്കുകയും അഭിപ്രായം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിന് ഇതിലും വലുത് ഈ രാജ്യത്ത് ഇനി എന്തു വരാൻ? കോൺഗ്രസ് തിരുത്തലുകൾക്ക് തയ്യാറാവണം. കോൺഗ്രസ് പ്രസ്ഥാനം നവീകരിക്കണം. ഈ സ്ഥിരം ശൈലിയിൽ കോൺഗ്രസിന് പോകാൻ പാടില്ല, മുമ്പോട്ട് പോകാൻ പാടില്ല. എങ്ങനെ പറ്റും? രാഷ്ട്രീയത്തിന്റെ നിഴലിലൊന്നും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം, എൻ്റെ സ്വത്വം നഷ്ടപ്പെട്ടിട്ട് മുഖം വികൃതമാക്കി ചീഞ്ഞളഞ്ഞ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ എന്നുള്ള അമിതമായ ആഗ്രഹങ്ങളൊന്നും ഇല്ല. അതായത് ഈ രാഷ്ട്രീയ രംഗത്തൊന്നും മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് രക്ഷപ്പെടണം, കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചു വരണം. പക്ഷേ ഇതൊരു മധുരമായ ഒരു പ്രതികാരമായി, ഒരു ശക്തമായ ഒരു പ്രതിഷേധമായി ജീവനുള്ള കാലത്തോളം കോൺഗ്രസ് മാനസികാവസ്ഥയുള്ള ആൾ തന്നെയായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ മാനസികാവസ്ഥ ഞാൻ തൽക്കാലം ഒന്ന് മാറി നിൽക്കുകയാണ് രാഷ്ട്രീയ രംഗത്ത്.
കേരളത്തിൽ പ്രതിപക്ഷം കൂടുതൽ ദുർബലമായി എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മറ്റ് സംസ്ഥാനങ്ങളിലെ അതേ അവസ്ഥ തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസിനുള്ളത് എന്നും കോടിയേരി പറഞ്ഞു. KPCC അധ്യക്ഷൻ പകരക്കാരനെ നിയമിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും കോടിയേരി പറഞ്ഞു. BJP ആപൽക്കരമായ നിലയിൽ വർഗീയത ഇളക്കിവിട്ട് മതപരമായ ധ്രുവീകരണം നടത്തി മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഈ വെല്ലുവിളി നേരിടാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധ്യമല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ BJPക്കെതിരായ ഒരു പ്രത്യയശാസ്ത്രം പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കാത്ത അവസ്ഥ കോൺഗ്രസിനുണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം UDF കൂടുതൽ ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെയുള്ള അവസ്ഥ കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് KPCC പ്രസിഡന്റ് രാജിവെച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു പ്രസിഡന്റിന് ഒരാൾക്ക് ചാർജ് പോലും കൊടുക്കാൻ കഴിയുന്നില്ല. പീപ്പിൾ എക്സ്ക്ലൂസീവ്. അയൽവാസിയായ ആൺകുട്ടിയുടെ മരണത്തിലും കുണ്ടറ പീഡനത്തിലെ പ്രതി വിക്ടറിന് പങ്കുണ്ട് എന്ന് വെളിപ്പെടുത്തൽ. 2010 കൊല്ലപ്പെട്ട അച്ചുവിന്റെ അമ്മയാണ് വിക്ടറിന്റെ പങ്ക് പീപ്പിൾ TVയോട് വെളിപ്പെടുത്തിയത്. തന്റെ മകളെ പെൺവാണിഭ സംഘത്തിൽ ചേർക്കുമെന്ന് വിക്ടർ ഭീഷണിപ്പെടുത്തി. ഇതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മകനെ കൊന്നു കെട്ടിത്തൂക്കിയത് എന്ന് അച്ചുവിന്റെ അമ്മ പറയുന്നു. 2010 നാന്തിരിക്കലിൽ പ്രതിയുടെ വീടിന് സമീപത്തെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ 14-കാരന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് പ്രതിക്കെതിരെ അന്വേഷണത്തിന് SP ഉത്തരവിട്ടത്. കൊട്ടാരക്കര DYSPക്ക് തന്നെയാണ് അന്വേഷണ ചുമതല. മരിച്ച 14-കാരന്റെ കുടുംബം കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തി. നേരത്തെ മകനെ കൊല്ലുമെന്ന് ഭീഷണിയുണ്ടായിരുന്നെന്നും ഇപ്പോൾ അറസ്റ്റിലായ പ്രതിയും മകനും ചേർന്നാണ് തന്റെ മകനെ കൊന്നതെന്നും മരിച്ച ആൺകുട്ടിയുടെ മാതാവ് പറഞ്ഞു. എനിക്ക് എൻ്റെ മോനെ കൊന്നതിന് ഉത്തരവാദികൾ ഈ ഞണ്ട് വിജയനും അവൻ്റെ കുടുംബം മാത്രമാണ്. അതല്ല എൻ്റെ പൊന്നുമോൻ ഒരിക്കലും എൻ്റെ കുഞ്ഞത് ചെയ്യത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അവൻ പലതവണ ഈ ഞണ്ട് വിജയൻ്റെ മകൻ ഷിബു പലതവണ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പെങ്ങളെ ഞാൻ ഗുണ്ടകളെ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കുമെന്ന്. അങ്ങനെ എൻ്റെ മോളാണെന്നും പറഞ്ഞ് അവൻ കയറിയതാണ്. പക്ഷേ കിട്ടിയത് എൻ്റെ മോനെ. മരിച്ചതിൻ്റെ അന്ന് രാത്രി ഒരു 9-10 മണിയായി കാണും വീട്ടിൽ ഫോൺ കോൾ വരുന്നത്. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് സംസാരിച്ചില്ല. എൻ്റെ മോള് എന്ന് ഫോൺ എടുത്തപ്പം പറഞ്ഞ്, നിന്നെ ആയിരുന്നടി കരുതിയിരുന്നത്, കിട്ടിയത് നിന്റെ ആങ്ങളെയാ, അതുകൊണ്ട് ഇനി നീ കരുതലോടിരുന്നോളണമെന്ന് പറഞ്ഞു. മരിച്ച പെൺകുട്ടിയുടെ ബന്ധുവായ മറ്റൊരു പെൺകുട്ടിയെയും ലൈംഗികമായി പീഡിപ്പിച്ചതിനാണ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തത്. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി തെളിഞ്ഞു. ഇതേ തുടർന്നാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ശിശു സംരക്ഷണ സമിതിയുടെ കൌൺസിലിംഗിനിടെയാണ് പീഡന വിവരം കുട്ടി പുറത്തു പറയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര DYSP കൃഷ്ണകുമാർ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് ബാലതാരത്തെ പീഡിപ്പിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 5-ലധികം പേർ ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് പരാതി. കൊല്ലം സ്വദേശിയായ ഫൈസലാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ മുൻ SI പിടിയിൽ. 62-കാരനായ കൃഷ്ണകുമാറിനെ പൂജപ്പുര പോലീസ് പോസ്കോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. തിരുമല അരയല്ലൂർ സ്വദേശിയായ 8.5 വയസ്സുള്ള ആൺകുട്ടിയാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞതിനെ തുടർന്ന് അവർ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. കൊട്ടിയൂർ പീഡനക്കേസിൽ 3 പ്രതികൾ കൂടി പോലീസിൽ കീഴടങ്ങി. പീഡനത്തിന് ഇരയായ പെൺകുട്ടി പ്രസവിച്ച കൂത്തുപറമ്പ് ക്രിസ്തുരാജ ആശുപത്രിയിലെ ഡോക്ടർമാരായ ടെസി ജോസ, ഹൈദരലി, അഡ്മിനിസ്ട്രേറ്റർ ആൻസി മാത്യു എന്നിവരാണ് പേരാവൂർ പോലീസിൽ ഹാജരായത്. ഇതോടെ ഈ കേസിൽ 8 പേർ അറസ്റ്റിലായി. സിസ്റ്റർ ലിസ്മരിയ, സിസ്റ്റർ അനീറ്റ എന്നിവരാണ് ഇനി പോലീസിൽ കീഴടങ്ങാനുള്ളത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം 21 വർഷമായി ഭൂമി പോക്കുവരവ് ചെയ്യാനാകാതെ ഒരു കുടുംബം. തിരുവനന്തപുരം ചാല കച്ചേരി വീട്ടിൽ സുബൈറും കുടുംബവുമാണ് ഭൂമി സ്വന്തം പേരിലാക്കാൻ 2 പതിറ്റാണ്ടിലധികമായി സർക്കാർ ഓഫീസുകളും കോടതികളും കയറിയിറങ്ങുന്നത്. പിന്നിൽ ക്വാറി മാഫിയകൾ എന്നാണ് സുബൈർ ആരോപിക്കുന്നത്. സുബൈറിന്റെ ഭാര്യ മാജിദ ബീവിയുടെ പേരിൽ 1996 ജൂലൈ 20-നാണ് കൊല്ലം ചിതറ വില്ലേജിൽ ഭൂമി വാങ്ങുന്നത്. റീസർവേ റെക്കോർഡും പ്രകാരം 5 ഏക്കറോളം ഭൂമിയാണ് ഇവർ വാങ്ങിയത്. തുടർന്ന് ഭൂമി പോക്കുവരവ് ചെയ്യാൻ ചിതറ വില്ലേജ് ഓഫീസറെ സമീപിച്ചു. എന്നാൽ ഇവർ വാങ്ങിയ സ്ഥലത്ത് 10 സെന്റ് സർക്കാർ ഭൂമിയുണ്ടെന്നും ഇക്കാര്യം പരിശോധിച്ച ശേഷമേ പോക്കുവരവ് ചെയ്യാനാവൂ എന്നുമായിരുന്നു വില്ലേജ് ഓഫീസറുടെ നിലപാട്. പിന്നീട് ഇവർ ജില്ലാ കളക്ടറെ സമീപിച്ചു. പ്രസ്തുത പ്രദേശത്ത് സർക്കാർ ഭൂമി ഇല്ലെന്ന് കളക്ടർ നിയോഗിച്ച പ്രത്യേക സംഘം കണ്ടെത്തി. ഭൂമി പോക്കുവരവ് ചെയ്തു നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. മാജിദ ബീവിയുടെ ഭർത്താവ് സുബൈർ: ഇപ്പോൾ വീണ്ടും എൻ്റെ വസ്തുവിൽ പുതിയ തർക്കങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നു. ഞാൻ കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നും വിധി വാങ്ങിയിട്ടുള്ളതാണ്. ആർക്കോ വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥരും മറ്റ് ചില രാഷ്ട്രീയക്കാരും കൂട്ടുനിന്നുകൊണ്ട് ഇതിനെ തടയുന്നു. തുടർന്നും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. പിന്നീട് ഇങ്ങോട്ട് നാളുകൾ നീണ്ട നിയമപോരാട്ടം. മാജിദ ബീവിയുടെ മകൻ ഷഹീൻ സുബൈർ: ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പകുതി
ഭാഗവും ഇതിൽ പോയിരിക്കുന്നു. സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടും മാനസികമായിട്ടും ആകെ തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിനിടയിൽ വസ്തുവിന്റെ തണ്ടപ്പേര് വില്ലേജ് ഓഫീസിൽ തിരുത്തിയതായും വ്യക്തമായി. ലോകായുക്തയെ സമീപിച്ചെങ്കിലും അവിടെ നിന്നും നീതി ലഭിച്ചില്ല. ഏറ്റവും ഒടുവിൽ കേസ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി മാജിദ ബീവിക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. വിധി അനുകൂലമായിട്ടും ഈ കുടുംബത്തോടുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ ദ്രോഹം തുടരുകയാണ്. പ്രസ്തുത ഭൂമിയിൽ വിലപിടിപ്പുള്ള ഗ്രാനൈറ്റ് ഉണ്ട് എന്നതിനാൽ ഭൂമിക്ക് വേണ്ടി ചില ക്വാറി മാഫിയകൾ ചരടുവലികൾ നടത്തുന്നതാണ് പോക്കുവരവിന് തടസ്സമെന്ന് ഇവർ ആരോപിക്കുന്നു. ഭൂമി വാങ്ങിയിട്ട് 20 വർഷങ്ങൾ പിന്നിടുന്നു. കരമടച്ച് വസ്തു പേരിൽ കൂട്ടാൻ ഹതഭാഗ്യനായ സുബൈറിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടെ വിധിയുണ്ടായിട്ടും റവന്യൂ അധികൃതർ മൗനം തുടരുകയുമാണ്. പിന്നിൽ ക്വാറി മാഫിയകളെന്ന് വ്യക്തം. ചിതറ മടത്തറയിൽ നിന്നും ക്യാമറമാൻ അഖിലേഷിനൊപ്പം KG ദിനകർ. പാവങ്ങളുടെ പടത്തലവനായ AKGക്ക് നാടിന്റെ സ്മരണാഞ്ജലി. 40ാം ചരമവാർഷിക ദിനം കേരളത്തിനൊപ്പം ജന്മനാടായ കണ്ണൂരും വിവിധ പരിപാടികളോടെ ആചരിക്കുകയാണ്. വൈകിട്ട് പെരളശ്ശേരിയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. AKGയുടെ ജന്മനാടായ കണ്ണൂരിൽ വൈവിധ്യ പരിപാടികളോടെയാണ് 40ാം ചരമവാർഷിക ദിനാചരണം. കണ്ണൂർ നഗരത്തിൽ AKGയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള AKG സ്ക്വയറിലും ജന്മനാടായ പെരളശ്ശേരിയിലുമാണ് പ്രധാന പരിപാടികൾ. CPIM നേതൃത്വത്തിൽ ബ്രാഞ്ച് തലത്തിൽ വരെ പ്രഭാതപേരിയും അനുസ്മരണ യോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. AKG സ്ക്വയറിൽ രാവിലെ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. യോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തു. AKG സ്മരണ എക്കാലവും നിലനിൽക്കുമെന്ന് ജയരാജൻ പറഞ്ഞു. കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ കർഷക സമരങ്ങളുടെയും തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെയും പട്ടിണി പാവങ്ങളുടെ സമരങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ട ജനതയുടെ മോചനത്തിന് വേണ്ടിയിട്ടുമുള്ള സമരങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു സഖാവ് AKG. മന്ത്രി AC മൊയ്തീൻ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ തുടങ്ങിയവരും സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P ജയരാജൻ അധ്യക്ഷനായിരുന്നു. വൈകിട്ട് പെരളശ്ശേരിയിൽ റെഡ് വളണ്ടിയർ മാർച്ചും അനുസ്മരണ സമ്മേളനവും നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. AKG ദിനാചരണം സംസ്ഥാനത്ത് വിപുലമായി ആചരിച്ചു. തിരുവനന്തപുരം പൊട്ടക്കുഴി AKG പാർക്കിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, പിരപ്പൻകോട മുരളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊടും വരൾച്ചയിൽ വേവുകയാണ് ഒരു പ്രദേശമാകെ. കോഴിക്കോട് ഉള്ളേരിയിലെ അരമ്പമല കോളനിയിലെ 100-ലധികം വീടുകളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത്. മലയ്ക്ക് താഴെയായി ഒരു സ്വകാര്യ വ്യക്തി തന്റെ കിണറിൽ നിന്നും വെള്ളം വിൽപ്പനയ്ക്ക് നൽകുന്നതും ഇവിടുത്തെ കിണറുകളിൽ വെള്ളം വറ്റുന്നതിന് കാരണമായി നാട്ടുകാർ പരാതിപ്പെടുന്നു. വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇതിലൂടെയുള്ള കിണറിലെ വെള്ളം കൂറ്റിപ്പോകുന്നത് പോലത്തെ എന്നുള്ള വെള്ളമടി കൊണ്ട് തന്നെയാണ്. നിങ്ങൾ വെള്ളം അടിച്ച് പോകുന്നതിനെ കൊണ്ട് കുടിവെള്ളത്തിന് ഞങ്ങൾക്ക് ക്ഷാമമാണ്, നിങ്ങൾ വെള്ളം അടി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് കേൾക്കാണ്ട് ഒരു ഇനിയും വെള്ളം അടിച്ചിട്ട് ഒലിങ്ങനെ സപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് ഒരു പ്രദേശത്തിന്റെ അവസ്ഥ. ഒരു തുള്ളി വെള്ളം പോലും എവിടെയുമില്ല. കിണറുകൾ വറ്റി വരണ്ട കാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടത്. വരൾച്ചയുടെ ഏറ്റവും ഭീകരമായ മുഖമാണ് കോഴിക്കോട് ഉള്ളിയേരിയിലെ അരിമ്പമല കോളനിയിൽ ഞങ്ങൾ കണ്ടത്. എല്ലാ വീട്ടിലും കിണറുകൾ, എവിടെയും വെള്ളമില്ല. കാരണം തിരക്കിയപ്പോൾ വീട്ടുകാരുടെ രോഷപ്രകടനം. പൊതുവെ വരൾച്ച ആണെങ്കിലും കോളനിക്ക് താഴെയുള്ള ഒരു കിണറിൽ സ്വകാര്യ വ്യക്തി വെള്ളം വിൽപ്പനയ്ക്ക് കൊടുക്കുന്നു. ഇത് കാരണം സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ വെള്ളം വറ്റുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. 3 ലക്ഷം ലിറ്ററിലധികം വെള്ളം ഒരു ദിവസം കൊണ്ടുപോകുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ വേനൽക്കാലത്ത് വെള്ളം കുറയുന്ന പ്രദേശം ഈ വിൽപ്പന ആയതോടുകൂടി കുടിവെള്ളം പോലും ഇല്ലാതെ വീർപ്പുമുട്ടുന്നു. ഈ കിണറിന്റെ ഉടമസ്ഥനോട് പോയി പറഞ്ഞത് പ്രകാരം കുറച്ചു കാലം അടിക്കാണ്ട് നിന്ന് പിന്നെ വീണ്ടും അത് തുടർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയേറെ ബുദ്ധിമുട്ട് ഈ വാർഡിലുള്ള 100 വീടുകളിലുള്ള ആളുകൾ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നേരത്തെ വൻ ടാങ്കറുകൾ വന്ന് വെള്ളം വാങ്ങിക്കൊണ്ടുപോയിരുന്നുവെങ്കിലും പഞ്ചായത്തുമായി നടത്തിയ ചർച്ചയിൽ ചെറിയ ആവശ്യങ്ങൾക്ക് വെള്ളം നൽകാമെന്ന ധാരണ ഉണ്ടാക്കിയത്രേ. എന്നാൽ ആ ധാരണയും ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. കൊടും വരൾച്ചയിൽ ഒരു തുള്ളി വെള്ളത്തിനായി ഒരു പ്രദേശം മുഴുവൻ ദാഹിക്കുമ്പോഴാണ് മറ്റു കിണറുകളിലെ വെള്ളം വറ്റിക്കുന്ന തരത്തിൽ ഒരു സ്വകാര്യ വ്യക്തി വെള്ളം വിൽപ്പനയ്ക്ക് വെക്കുന്നത്. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം മേഘ മാധവൻ, കോഴിക്കോട്.